BJP വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇലക്ഷന് വേണ്ടി. മോഡിജി ഹാസ് ഓൾറെഡി ഡെവലപ്ഡ് എ ഡെവലപ്മെൻറ്റ് മോഡൽ, എ ഗ്രോത്ത് മോഡൽ, ഇൻഫ്രാസ്ട്രക്ചർ മോഡൽ. ഇന്ത്യയിലെ നമ്പർ 1 എത്താനുള്ള ഒരു കുതിച്ചുചാട്ടം അത് 5 കൊല്ലം കൊണ്ട് എത്തുമെന്നൊരു അറിയത്തില്ല. പൊളിറ്റിക്കൽ വില്ല് വരണമെങ്കിൽ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ കയ്യിൽ തന്നെ വേണം. കേരളത്തിലെ ജനങ്ങൾ 65-70 കൊല്ലം മാറി മാറി ഇവരെ രണ്ടുപേരെയും ചാൻസ് കൊടുത്തിട്ട് ഇപ്പോഴൊന്ന് മാറി ചിന്തിച്ച് അവർക്ക് ലോട്ടറി അടിക്കാൻ പറ്റിയ സമയമാണ്. നമസ്കാരം. കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക? നിരവധി സംശയങ്ങളും ചോദ്യങ്ങളുമെല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ടാകും. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ VC-യുമായ ശ്രീ അബ്ദുൾ സലാം. ഏപ്രിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 26 ഏപ്രിൽ ഫോർ അനദർ 5 years അതാണ് നമ്മൾ ഇലക്ഷൻ. BJP വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇലക്ഷന് വേണ്ടി. അതൊന്നുമല്ല, ഭരണത്തിലേറുക എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഫുൾ മാൻഡേറ്റ് കിട്ടിയാലേ നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വപ്നം കാണുന്നത് നടക്കത്തുള്ളൂ എന്ന് പറയാം. മിനിമം അത് വെരി ഡിഫിക്കൾട്ട്. ഇത് നമ്മളിന്ന് കാണുന്ന പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ഡിഫിക്കൾട്ട്, ബട്ട് സ്റ്റിൽ വി ക്യാൻ മേക്ക് എ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ്. അത് നമുക്കെന്താണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് ആസ്പിറേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മോഡൽ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, ഡെവലപ്മെൻറ്റ് മോഡൽ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. കാര്യം മോഡിജി ഹാസ് ഓൾറെഡി ഡെവലപ്ഡ് എ ഡെവലപ്മെൻറ്റ് മോഡൽ, എ ഗ്രോത്ത് മോഡൽ, ഇൻഫ്രാസ്ട്രക്ചർ മോഡൽ, ഫിൻടെക്. അതൊക്കെ അദ്ദേഹം 11 കൊല്ലം കൊണ്ട് നമ്മൾ അത്ഭുതകരമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ ഐ വാസ് ഡൂയിങ് സം ഡെസ്ക് റിസർച്ച് എത്തൊക്കെ വന്നെന്ന് നോക്കിയപ്പം 1000-ത്തിലധികം സ്കീംസ് 11 കൊല്ലത്തിനകം വന്ന് അതിൽ 300 സ്കീംസ് എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്കീംസാണ് വന്നേക്കുന്നത്. ഇതുകൊണ്ടൊരു വലിയ വിപ്ലവകരമായ മാറ്റം അദ്ദേഹം വരുത്തി കഴിഞ്ഞു. ഇതിൻ്റെ എക്സ്പീരിയൻസ് നമ്പർ 1. ഇതിങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തിട്ടില്ല ഫുള്ളായിട്ട്. ഈ ഗവൺമെൻറ്, LDF ഗവൺമെൻറ് ഇതൊന്നും ഫുള്ളായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ട് കേരള സ്റ്റേറ്റിലുള്ള 3.5 കോടി ജനവും വോട്ടേഴ്സിൻ്റെ പറയുന്നത് ഏതാണ്ട് 2.78 കോടി വോട്ടേഴ്സാണ്. അതിൽ 1.33 crores ആണുങ്ങളും ഒരു 10 ലക്ഷം കൂടുതൽ പെണ്ണുങ്ങളും. അങ്ങനെയാണ് വോട്ടേഴ്സിൻ്റെ ഡോമിനൻസ് ഉള്ള ഒരു സ്റ്റേറ്റാണ്. അവിടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത് BJPക്ക് മോഡി മോഡൽ അറ്റ് ഓൾ ഇന്ത്യ ലെവൽ അതിങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാന്ന് ആദ്യത്തെ ഫസ്റ്റ് ചലഞ്ച്. നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, എന്തു ചെയ്യണം. അതായത് ഞങ്ങളിപ്പോൾ BJP ഈ കേരളത്തെ കാണുമ്പം നരേന്ദ്രമോദി ഇതിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഗുജറാത്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു സ്റ്റേറ്റായിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് കേരളത്തെ ഇന്ത്യയിലെ 28+8 സ്റ്റേറ്റ് 8 UTയിലും ഇതിൽ ഇപ്പം തിരുവനന്തപുരം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ 3ാമത്തെ സിറ്റി. ഇവിടെ നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 ടേം കയ്യിൽ കിട്ടിക്കുകയാണെങ്കിൽ 5 തന്നെ ഒരു വലിയ മാറ്റം. ഇന്ത്യയിലെ നമ്പർ 1 എത്താനുള്ള ഒരു കുതിച്ചുചാട്ടം അത് 5 കൊല്ലം കൊണ്ട് എത്തുമെന്നൊരു അറിയത്തില്ല. മേ ബി ഒരു 7 to 10 yearsൻ്റെ ഒരു ചാൻസ് ഈ നമ്മുടെ നാട്ടുകാരെ അങ്ങോട്ട് BJP ഏൽപ്പിക്കാമെങ്കിൽ നമ്പർ 1 സ്റ്റേറ്റ് ആവും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാര്യം നമുക്കിനി പരിചയത്തിനോ ടെക്നോളജിയോ പ്രാക്ടീസോ മോഡലോ അന്വേഷിച്ച് പോകണ്ട. വി ഹാവ് ഓൾറെഡി. അതിനേക്കാളും നമുക്ക് മോഡൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് ഇതിനെ സൂപ്പർവൈസ് ചെയ്യാൻ പ്രൈം മിനിസ്റ്റർ തന്നെ ഉണ്ട്, അമിത്ഷാജി ഉണ്ട്, ഇലക്ഷൻ സൂപ്പർവിഷൻ പോലും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് ഈസ് എ വെരി പവർഫുൾ, വെരി ഇഫക്റ്റീവ്, കേപ്പബിൾ പേഴ്സൺ. അപ്പം ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ ഡെവലപ്മെൻറ്റ് മോഡൽ ഈസ് നോട്ട് ഡിഫിക്കൾട്ട്. മോഡൽ ഈസ് ഓൾറെഡി വിത്ത് അസ്, ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ്. അതിൽ പ്രശ്നമൊന്നുമില്ല. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുമായിരുന്നു സിംഗപ്പൂർ മോഡൽ, ദുബായ് മോഡൽ എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ ഏതാണ്ടൊക്കെ അവിടെ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് ഇപ്പോൾ അവർ നമ്മളത് അഡോപ്റ്റ് ചെയ്യണത്. എന്നാലും ചില മിസ്സിങ് ഗ്യാപ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടേക്കുള്ള നല്ല മോഡൽസ് ഇങ്ങോട്ട് കൊണ്ടുവരും. വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ കേരള നമ്മളൊരു ഒരു എന്താ പറയുക ഫിലോസോഫിക്കൽ പാറ്റേൺ പറഞ്ഞാൽ കേരള 3.6 കോടി
14 ജില്ല, 140 MLAs, 20 MPs, ഈ 3.6 കോടിയിൽ പകുതിയിലധികം യൂത്ത്, 60% യൂത്ത്, എഡ്യൂക്കേറ്റഡ് യൂത്ത്. അതിനപ്പുറം കേരള മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്, ഫെർട്ടൈൽ ഫീൽഡ് ഫോർ എവറിതിങ്, ഗ്രോത്തിനായാലും ഡെവലപ്മെൻറ്റിനായാലും, യു നെയിം എനിതിങ്. ഇതുപോലെ ദൈവാനുഗ്രഹം സംഭവിച്ച ഒരു സ്ഥലമില്ലാതെ നമുക്കറിയാം. ഐ യൂസ് ടു റെഫർ ഇറ്റ് ആസ് എ ഫെർട്ടൈൽ ഫീൽഡ്, ഫെർട്ടൈൽ സോയിൽ ഫോർ എനി സോർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്. അത്രയും നല്ലതാണ്. മണ്ണായാലും വെള്ളമായാലും മനുഷ്യരായാലും കാലാവസ്ഥയായാലും ഇത്രയും അനുഗ്രഹം കിട്ടിയ കുറവാണ്. രണ്ടാമത് വേണ്ടത് എന്താണ്? നമ്മുടെ ഒരു പൊളിറ്റിക്കൽ വില്ലും ഇക്കണോമിക് പവറും ടെക്നോളജി പവറും കൂടെ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ എ സിസ്റ്റമാറ്റിക് പ്രൊഫഷണൽ മോഡിൽ പോകണം. അതും വേണം. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൊളിറ്റിക്കൽ വില്ലാണ്. ഇതിൽ പണമില്ലേ, പണം കൊണ്ടുവരാം. ടെക്നോളജി വി ക്യാൻ ഹയർ, വി ക്യാൻ ജനറേറ്റ്. പൊളിറ്റിക്കൽ വില്ല് വരണമെങ്കിൽ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ കയ്യിൽ തന്നെ വേണം. ഉദാഹരണത്തിന് ഇപ്പോൾ BJPക്ക് ഒരു 10 MLA കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ഭരണം അപ്പുറത്തിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ കൊണ്ടുവരുന്ന പ്രോഗ്രാംസും പ്രോജക്ട്സും ഇവരൊന്നും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് വെച്ചിട്ട് അതൊരു വലിയ ചലഞ്ചാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ജനങ്ങൾ 65-70 കൊല്ലം മാറി മാറി ഇവരെ രണ്ടുപേരെയും ചാൻസ് കൊടുത്തിട്ട് ഇപ്പോഴൊന്ന് മാറി ചിന്തിച്ച് അവർക്ക് ലോട്ടറി അടിക്കാൻ പറ്റിയ സമയമാണ് എന്നുള്ളതാണ് പ്രധാനം. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മാറ്റത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ടോട്ടൽ ഡിജിറ്റൽ ഗവേണൻസ് ഓഫ് ദ സ്റ്റേറ്റ്. ഈ 3.6 കോടിയും ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് എ കോമൺ നമ്പർ. വീടുകളും ആൾക്കാരും കണക്ട് ചെയ്ത് ഇലക്ട്രോണിക് മോണിറ്ററിങ്ങോടുകൂടി ഒരു പീപ്പിൾ സെൻട്രിക് അപ്രോച്ച് ആയിരിക്കണം. പീപ്പിൾ സെൻട്രിക് അപ്രോച്ച് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് സാധാരണക്കാരൻ എന്ത് ഇഷ്ടപ്പെടുന്നു, അവൻ്റെ ആഗ്രഹം എന്ത്, അവന് എന്ത് വേണ്ടെന്ന് പറയുന്നു, എന്ത് വേണമെന്ന് പറയുന്നു, ഇത് നേടിക്കൊടുക്കുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന് നമുക്ക് ആദ്യം നമ്മൾ പറയും ഇൻഫ്രാസ്ട്രക്ചർ, സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ ആണോ, എവിടെ ഡെഫിസിറ്റ്, റോഡിലാണോ? റോഡൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഇനി മലയോര ഭാഗത്ത് മലയോര ഹൈവേ ഒക്കെ വരാനുണ്ട്. ഉള്ള റോഡിൻ്റെ ക്വാളിറ്റി കൂട്ടാനുണ്ട്. പുതിയ പാലങ്ങൾ വേണ്ട സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, ഈ ഹൈവേസ്, റെയിൽവേസ്, പിന്നെ പോർട്ടുകൾ, ഇതൊക്കെ നമുക്ക് ടാർഗറ്റഡ് പോയിൻറ്റ്സും അറിയാം, ചെയ്യേണ്ടതും അറിയാം. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈലറിങ് ദ പാക്കേജ് പ്രോഗ്രാം ഫോർ എവറി സ്പോട്ട്. ഞാൻ ആദ്യം പറഞ്ഞു വന്ന് തുടങ്ങിയത് ഈ ഗവേണൻസ് ആണ്. എന്നും അടുത്ത കാലത്ത് ഒരാൾ പറയുന്നുണ്ട്, ഐ വിൽ ഗീവ് യു 10 crores ഫോർ കേരള, നിനക്കൊരു ഒരു ഇൻഡസ്ട്രി തുടങ്ങാവോ എന്നൊരു ചലഞ്ചാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ആ ഫിയർ മാറ്റണമെങ്കിൽ ഇന്നത്തെ ഈ പിടുത്തങ്ങളെല്ലാം മാറ്റണം. അതിന് മെത്തേഡുണ്ട്, പ്രൂവൻ മെത്തേഡ്സ് ഉണ്ട്, ഡിജിറ്റൽ മെത്തേഡ്സ് ഉണ്ട്, ടൈം ബൗണ്ട് മെത്തേഡ്സ് ഉണ്ട്. നടത്താൻ പറ്റും, ഒരു സംശയമില്ല, നടത്താൻ നമുക്ക് തയ്യാറുണ്ട്. അതിൻ്റെ ഒരു ടോട്ടൽ ഡിജിറ്റൽ ഗവേണൻസ് ആയിരിക്കണം. ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആവണം. ഈ CITക്കാരുടെ ശല്യമോ അങ്ങനെ ഒരു ശല്യം വരാൻ പാടില്ല. അവൻ എന്ത് ആഗ്രഹിക്കണോ അതൊക്കെ ചെയ്ത് കൊടുക്കണം. അവന് വെള്ളം വേണമെങ്കിൽ കൊടുക്കണം, ഇലക്ട്രിസിറ്റി കൊടുക്കണം, മറ്റേ ലേബർ അഡിക്വേറ്റായിട്ട് അതിന് ഹിൻഡ്രൻസ് വരാതെ ചെയ്യണം. അവന് വേണ്ട റിസോഴ്സസ് എല്ലാം അഡിക്വേറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ചിലപ്പോൾ ആദ്യകാലങ്ങളിൽ ചിലപ്പോൾ ടാക്സ് കൺസെഷൻസ് കൊടുക്കേണ്ടി വരും. സോ നമ്മുടെ ഈ ഫെർട്ടൈൽ ഫീൽഡിൽ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ക്ലൈമറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ ട്രഷറിയിൽ നിന്ന് മാത്രം പൈസ എടുത്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, യു ഷുഡ് ഹാവ് എ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി ഇൻവെസ്റ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ പ്രൈവറ്റ് ആൾക്കാർ ഇവിടെ വരണമെങ്കിൽ വന്ന് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കണം. എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപ തമിഴ്നാടിലും കർണാടകയിലൊക്കെ പോകുന്നു, UPയിലും പോകുന്നു? അവിടേക്ക് ഇതിനേക്കാളും മോശമായ സ്ഥലങ്ങളല്ലേ, പക്ഷേ ആൾക്കാർ പോകുന്നു. അവിടെ പോയി നിങ്ങൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രി നടത്താൻ പറ്റും. അതുകൊണ്ടല്ലേ പോകുന്നത്. സോ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും.
അപ്പോൾ അതിനൊക്കെ ഞാൻ ഫസ്റ്റ് പരിഗണന കൊടുക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി കറപ്ഷൻ ഫ്രീ, സീറോ കറപ്ഷൻ, ട്രാൻസ്പാരൻറ്റ്, ക്ലീൻ, ക്വിക്ക്, എഫിഷ്യൻറ്റ്, വിതൗട്ട് എനി ടൈം ലോസ്. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇന്നത്തെ ടെക്നോളജി റിച്ച് എൻവയോൺമെൻറ്റിൽ പോസിബിളാണ്, നടത്താൻ പറ്റും. ടെക്നോളജി ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, മറ്റേ പിന്നെ ടെക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ട്രെയിനിങ് കൊടുത്തിട്ട് നമുക്ക് വളരെ ലെസ് കോസ്റ്റിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. വേണ്ടത് നേരത്തെ പറഞ്ഞൊരു പൊളിറ്റിക്കൽ വിൽ. യെസ്, ഇത് ചെയ്യണം, ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആക്കണം എന്ന് പറയുമ്പം ഒരു എഫിഷ്യൻറ്റ് ഗവേണൻസിന് ഫസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ, സെക്കൻഡ് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു അടിസ്ഥാനപരമായ ഓബ്ജക്റ്റീവ് ഉണ്ട്. അടിസ്ഥാനപരമായ ഓബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മൈഗ്രേഷൻ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ഇത് കുറയ്ക്കുന്ന എങ്ങനെ പറ്റും. നമുക്ക് സ്കില്ലുണ്ട്, സ്കില്ല് ഇല്ലാത്തവനാണ് സ്കില്ല് ചെയ്തെടുക്കാം, കേപ്പബിൾ ഉണ്ട്, എഡ്യൂക്കേറ്റഡ് ഉണ്ട്. പക്ഷേ ഇവൻ ഓടാതിരിക്കണം, പിടിച്ചുവിടെ കിട്ടണമെങ്കിൽ ഒരു കാര്യം എന്താണെന്നറിയാം, ദർ ഷുഡ് ബി എ ജോബ് റെവല്യൂഷൻ, ജോബ് റിച്ച് ഓപ്പർച്യൂണിറ്റീസ്. എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് തമിഴ്നാട് ആൻഡ് കർണാടക, നെയ്ബറിങ് സ്റ്റേറ്റ്സ്, IT ബേസ്ഡ്. only thing is നമ്മളെ ക്ലൈമറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത IT ബേസ്ഡ് ഇൻഡസ്ട്രീസ്, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസ്, ടൂറിസം ഇൻഡസ്ട്രീസ്. നമ്മളെപ്പോഴും പറയും ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ഫോർ ടൂറിസം. എന്താ നമ്മൾ ചെയ്യുന്നത്? ടൂറിസ്റ്റിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ കൂടുതൽ കണക്ടിവിറ്റി, കൂടുതൽ ഹോട്ടൽസ്, കൂടുതൽ നീറ്റ്നെസ്, കൂടുതൽ ക്ലീൻനെസ്, സെൻസ് ഓഫ് സേഫ്റ്റി, സെൻസ് ഓഫ് സെക്യൂരിറ്റി. അവർ വരുന്ന അവിടെ നിന്ന് തുടങ്ങി യാത്ര കഴിഞ്ഞ് ഇവിടെ വന്നാൽ അവർ എൻജോയ് ചെയ്ത് വരുന്ന, അവർക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടി അവർ സന്തോഷത്തോടെ എയർപോർട്ടിൽ നിന്ന് പോകുന്നവരുള്ളൊരു കെയർ. അതിൻ്റെ കീഴിൽ നമ്മൾ പറയും ക്യാൻ ബി സ്പിരിച്വൽ ടൂറിസം, അല്ലെങ്കിൽ എക്കോ ടൂറിസം, അല്ലെങ്കിൽ റെയിൻ ടൂറിസം, അല്ലെങ്കിൽ മാരേജ് ടൂറിസം, അല്ലെങ്കിൽ ഹെൽത്ത് ടൂറിസം, ഏതെല്ലാം ടൈപ്പ് ഓഫ് ടൂറിസം അതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ തിയറികൾ കയ്യിരിക്കുകയല്ലാതെ അതിനെ ട്രാൻസ്ലേറ്റ് ടു ആക്ഷൻ അവിടെ നമ്മൾ ഫെയിലാവുന്നു. അതിന് നമ്മൾ എന്താ പറയണത്? ഏത് കാര്യം പറഞ്ഞാലും ഉടക്കും. എല്ലാത്തിനും ഒരു ഡിബേറ്റ്, വൈകുന്നേരം ഡിബേറ്റ് തുടങ്ങി നമ്മളത് ഡിസ്ട്രോയ് ചെയ്ത് കളയും. അതുകൊണ്ട് ഇപ്പോൾ സീപ്ലെയിൻസ് ആവശ്യമാണ്. സീപ്ലെയിൻസൊക്കെ നമുക്ക് പ്രകൃതിയൊന്നും അങ്ങനെ നശിക്കുകയാണെങ്കിൽ നശിക്കാതിരിക്കത്തക്ക ടെക്നോളജി ഉണ്ട്. അങ്ങനെയാണ്. പ്രകൃതി നമുക്കില്ല, ജീവിക്കാൻ പറ്റുമോ? BJPയുടെ അടിസ്ഥാനമായ നിയമങ്ങളിലൊന്നാണ് സസ്റ്റൈനബിൾ, ഇക്കോ ഫ്രണ്ട്ലി. വി വിൽ നെവർ എൻകറേജ് ഡിസ്ട്രക്ഷൻ. അപ്പം ജോബ് റെവല്യൂഷൻ, ഞാൻ പറഞ്ഞത് ജോബ് റെവല്യൂഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ടൂറിസത്തിൽ വരുന്ന വിപ്ലവകരമായ മറ്റും ഇമ്പോർട്ടൻറ്റ്. ഇൻഫ്രാസ്ട്രക്ചറിൽ വരേണ്ട നീഡഡ് ഇൻഫ്രാസ്ട്രക്ചർ, റോഡായാലും സീപോർട്ടായാലും എയർപോർട്ടായാലും അതിൽ നമുക്ക് ഡെഫിനിറ്റ് പ്രോഗ്രാംസും പ്ലാൻസും ഉണ്ട്. അത് ഇപ്പോൾ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള സ്റ്റേജ് ആയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കേരള ആസ് എ ഡെസ്റ്റിനേഷൻ ഫോർ ഗ്ലോബൽ നോളജ് ഡെസ്റ്റിനേഷൻ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പഠിപ്പിക്കണം 3.6 crore, അതിൽ മേ ബി ഒരു 50-60% കുട്ടികൾ ഇവർക്ക് മാത്രം അങ്ങനെയല്ല നമ്മൾ കാണേണ്ടതെന്ന്. ആഫ്രിക്കക്കാരും വെളി രാജ്യക്കാരും ഇവിടെ വരണം, ഇവിടെ താമസിക്കണം, ഇവിടെ വീടെടുക്കണം. ദിസ് ഷുഡ് ബി എ ഡെസ്റ്റിനേഷൻ ഫോർ ലിവിങ്, ഡെസ്റ്റിനേഷൻ ഫോർ ലേണിംഗ്, എ ഡെസ്റ്റിനേഷൻ ഫോർ എൻജോയ്മെൻറ്റ്, ഡെസ്റ്റിനേഷൻ ഫോർ നോളജ്, എ ഡെസ്റ്റിനേഷൻ ഫോർ ഹാപ്പിനെസ്, എ ഡെസ്റ്റിനേഷൻ ഫോർ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എത്ര ഇൻഡസ്ട്രി ഇവിടെ വർക്ക് വരുന്നറിയാം. ദിസ് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, ഹെൽത്ത് ഇൻഡസ്ട്രി, ദിസ് പിന്നെ ആയുഷ്മാൻ ഭാരത് പോലെയുള്ള കാര്യങ്ങൾ, ടൂറിസം ഇൻഡസ്ട്രി ഒക്കെ അങ്ങോട്ട് ഗ്രോ ചെയ്ത് വരികയും ഒപ്പം ഇപ്പോൾ നമുക്ക് വിശാഖപട്ടണത്തൊരു AI ഹബ്ബ് വന്ന് ഗൂഗിളിൻ്റെ $16 ബില്യൺ. അന്നേ നമ്മൾ രാജീജി പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു ഹബ്ബ് ഇവിടെ വേണ്ടേ, ഒരു ഐ ടെൽ യു, ഇനി ഈ AI പോലെയുള്ള ടെക്നോളജി ഇല്ലാതെ നിങ്ങൾക്കോ എനിക്കോ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. AI നമ്മളെ ഡിഫീറ്റ് ചെയ്യല്ല, AI നമ്മളെ എംപവർ ചെയ്യുകയാണ്. ഈ പലർക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, AI വന്ന ജോബ് നോ. അപ്പോൾ എനിക്ക് എൻ്റെ തലയിലൊരു 10 യൂണിറ്റിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രോസസ്സിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് വിചാരിച്ചോ. I am using a larger human being with 10 billion or trillion knowledge unit
നോളജ് കപ്പാസിറ്റി. ഞാൻ ജസ്റ്റ് പറയുന്നത് എനിക്ക് 10 യൂണിറ്റ് ഉള്ളെങ്കിൽ ഈ AI സിസ്റ്റത്തിലേക്ക് മാറുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോസസ്സിങ് കപ്പാസിറ്റി എന്നെക്കാളും മില്യൺ ബില്യൺ ടൈംസാണ് മാറുന്നത്. മാറി ഡേറ്റ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് എനിക്ക് വേണ്ട ഇൻഫർമേഷൻ മുന്നിൽ കൊണ്ട് തരാണ്. കാര്യം ഞാനൊരു 5 കൊല്ലം, ഞാനല്ല ഒരു വലിയ ടീം 5 കൊല്ലം പണിതാലും തീരാത്ത കാര്യം 5 സെക്കൻഡ് കൊണ്ട് എൻ്റെ മുന്നിൽ വെച്ച് തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഈസിയായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. റിസർച്ചിലായാലും പ്ലാനിങ്ങിനായാലും ഇംപ്ലിമെൻറ്റേഷനായാലും ഇഫക്റ്റീവ് യൂസ് ഓഫ് AI ടെക്നോളജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുവേണ്ടി കണ്ടിന്യൂസ് റിസർച്ച് വേണം. ഇന്നത്തെ AI ടെക്നോളജി നാളെ ഒബ്സലീറ്റ് ആവും. അപ്പോൾ ദർ ഷുഡ് ബി കണ്ടിന്യൂസ് റിസർച്ച് ഇൻ ടെക്നോളജി, പർട്ടിക്കുലർലി AI ടെക്നോളജി. ഇന്നത്തെ ലോകത്ത് ഡെവലപ്ഡ് നേഷൻസ് കമ്പീറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി കമ്പീറ്റ് ചെയ്യുന്നത്? AI ആരാണ് AIയിൽ മുന്നോട്ട്? നിങ്ങൾ AIയിൽ മുന്നോട്ടാണെങ്കിൽ യു ആർ ദ ഫോർ റണ്ണർ, യു ആർ ദ ടെക്നോളജി പ്രൊമോട്ടർ. അതുപോലെ തന്നെ AI റിലേറ്റഡ് പ്രോഡക്ട്സ്. അപ്പം ഞാൻ പറഞ്ഞത് ടെക്നോളജി എനേബിൾഡ് റെവല്യൂഷൻ, ടെക്നോളജി ബേസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലൈക്ക് AI, സെമി കണ്ടക്ടേഴ്സ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇവിടെ പറ്റിയ സാധനങ്ങളാണ്. അതാണ് വേറൊരു കാര്യം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ എഡ്യൂക്കേഷൻ പറയുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷനിൽ മാറ്റം വരണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു. ഈ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ആക്കുന്നത് എങ്ങനെയാവാൻ പറ്റും? നമുക്കൊരു 14 പ്രൈവറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും മറ്റെല്ലാം കൂടെ ഒരു 19-20 യൂണിവേഴ്സിറ്റി ഉണ്ട്. കണ്ടീഷൻ നമ്മളൊരു നല്ല ഒരു ബെഞ്ച് മാർക്ക് യൂണിവേഴ്സിറ്റി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും വളരെ താഴെയാണ് ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ഇൻ ടേംസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ഫെസിലിറ്റീസ്, ക്വാളിറ്റി ഓഫ് എക്സ്പെർട്സ്, then teaching, research, the way they are handling, അതൊക്കെ തന്നെ ഒരു വളരെ വളരെ കുറവ്. അപ്പോൾ ചോദിക്കും ഞങ്ങളവിടെ നല്ല ഒരുപാട് പേര് പോകുന്നതെന്ന് ചോദിക്കും. കാര്യം നമുക്ക് എങ്ങനെയെന്തോ ദൈവം ഒരു തന്നിട്ടുണ്ട്. ബ്രെയിനി പയ്യന്മാരിവിടെയുണ്ട്, ചില വിത്തുകളുണ്ടല്ലേ പണ്ടെല്ലാരണ്യത്തിലും നന്നായിട്ട് വളരുമെന്ന് പറയുന്നു നിനക്ക്. ഇതല്ലേ ഇവരെടുത്ത് നല്ല ഫെർട്ടൈൽ ഫീൽഡിൽ കൊണ്ട് നടുമ്പോൾ ഭയങ്കര മിടുക്കനായിട്ട് ശാസ്ത്രജ്ഞനായിട്ട് വെളിയിൽ നിന്ന് വരുന്നത്. അപ്പം നമ്മൾ ഇവിടെ തന്നെ ഒരു ഫെർട്ടൈൽ എൻവയോൺമെൻറ്റ് ഫോർ റിസർച്ച്, ഫോർ എഡ്യൂക്കേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ 19 യൂണിവേഴ്സിറ്റി ഒന്ന് ബെഞ്ച് മാർക്ക് ലെവലിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവനെ അറ്റ്ലീസ്റ്റ് പയനിയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ വേൾഡ് ക്ലാസ് ആക്കി മാറ്റുക. അതിനൊക്കെ ഇന്ന് പോസിബിളാണ്, ഫീസിബിളുമാണ്. അത് ചെയ്യാം. രണ്ടാമത് എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ നമുക്ക് ഇന്നിപ്പോൾ ഹോൾ വേൾഡ് ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷനിൽ സ്കിൽ എഡ്യൂക്കേഷനാണ്. സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ യുവർ എബിലിറ്റി ടു ഡു ആണ്. മറ്റൊന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു മെമ്മറൈസ്, സ്റ്റോർ, റീകോൾ ആൻഡ് റിപ്രൊഡ്യൂസ് ആണ്. ആ കാലം പോയി. അത് വേണം. അതിനോടൊപ്പം നമ്മുടെ എബിലിറ്റി ടു ഡു, സ്കില്ലിങ്, അത് ബൈ ഡൂയിങ്ങേ പറ്റൂ. സോ യു ഷുഡ് ഹാവ് സ്കില്ലിംഗ് സെൻറ്റേഴ്സ്. കേരളത്തിന് ഏറ്റവും ആവശ്യം വേണ്ട ഒരു ഗ്ലോബൽ സ്കിൽ യൂണിവേഴ്സിറ്റിയാണ്. ഗ്ലോബൽ സ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളെ നമ്മളിപ്പോൾ ഒരു 100 hours ഓഫ് ഒരു പർട്ടിക്കുലർ സ്കില്ലിന് വേണ്ടി വയ്ക്കുകയാണെങ്കിൽ 20% മാത്രം തിയറി കൊടുക്കുക, ബാക്കിയൊക്കെ ഓൺലൈനിൽ പഠിപ്പിക്കുക. 80% ഓഫ് ദ ടൈം ദേ ഷുഡ് വർക്ക് ഇൻ എ വർക്കിംഗ് സെൻറ്റർ, ഇൻ എ ഫാക്ടറി, ഇൻ എ ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ ഹീ ക്യാൻ ടേക്ക് അപ്പ് എ ജോബ് ആ സ്കില്ല് ഉപയോഗിച്ച്. അപ്പോൾ നമ്മൾ കേരളത്തിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫാക്ടറീസ് ഐഡൻറ്റിഫൈ ചെയ്യണം, ഓൾ ഇന്ത്യ ഐഡൻറ്റിഫൈ ചെയ്യണം, അതർ നേഷൻസിലും ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവരെ ഇവിടെ 20% തിയറി കൊടുത്തതിന് ശേഷം 80% ട്രെയിനിങ്ങിന് വേണ്ടി വി ഷുഡ് സെൻഡ് ദം എവരിവെയർ. എന്നിട്ട് തിരിച്ചെടുത്ത് അവരെ നമ്മൾ അല്പം ഇൻറ്റേൺഷിപ്പിന് വിടണം, അത് കഴിഞ്ഞ് വർക്ക് ഓൺ ട്രെയിനിങ്ങിന് വിടണം, പ്ലേസ് ചെയ്യണം. ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷനാണ്. തിയറി നമ്മളൊന്ന് പഠിക്കുന്നു, തിയറി പഠിച്ചിട്ട് നമ്മൾ റിയൽ സ്കില്ലിംഗ് ഫാക്ടറി പഠിക്കുന്നു, ഫാക്ടറിയിൽ വർക്ക് ചെയ്ത് പഠിക്കുന്നു, എന്നിട്ട് കുറച്ച് നാളൊരു ഇൻറ്റേൺഷിപ്പിന് വിടുന്നു. ദെൻ വി ക്യാൻ പ്ലേസ് ദം, ഡയറക്റ്റ്ലി വി ക്യാൻ പ്ലേസ് ദം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു വർക്കിന്, ഇപ്പോൾ ഫോട്ടോഗ്രാഫി വർക്ക് എന്ന് പറയുക ഒരു 15 മണിക്കൂർ ഫോട്ടോ എടുത്ത് വിടുകയല്ല, വർക്ക് ചെയ്ത് ഫോട്ടോ എടുത്ത് വിട്ടിക്കനാവണം. അവൻ യൂസ്ഫുൾ ടു എ സൊസൈറ്റി, ടു എ കമ്പനി, ആ രീതിയിലാകുമ്പോൾ വിടുന്നത്. അതെന്തല്ല അത്ര മേഖലയാണ്, ആയിരക്കണക്കിന് സ്കിൽ മേഖലകളുണ്ട്. ലൈഫ് സ്കിൽസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് സ്കിൽസ് ഉണ്ട്, IT സ്കിൽസ് ഉണ്ട്, പിന്നെ റൈറ്റിംഗ് സ്കിൽസ് ഉണ്ട്, ഇതുപോലെയുള്ള നിങ്ങളുടെ മീഡിയ റിലേറ്റഡ് സ്കിൽസ് ഉണ്ട്. ആയിരക്കണക്കിന് സ്കില്ലുകളുണ്ട്. അത് നമുക്ക് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് വെച്ച് പഠിപ്പിക്കാൻ പറ്റത്തില്ല.
സെൻട്രലൈസ് ചെയ്ത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ തിയറിയൊക്കെ ഫിക്സ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞ് 20%ഉം 80% ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് സ്കില്ലിംഗ് സെൻറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ വെച്ച് സ്കില്ല് ചെയ്ത് അവരൊക്കെ തിരിച്ചു വന്ന് ടെസ്റ്റ് അസസ് ചെയ്തിട്ട് സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അതിനോടൊപ്പം പ്ലേസേയും കൂടെ വേണം. അല്ല സ്കില്ല് കൊടുത്ത് വിട്ടാൽ പോരില്ല. സ്കിൽ യൂണിവേഴ്സിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് കേരള. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ റിസർച്ച് ഇന്നൊവേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഹബ്, ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂ ജെൻ റിസർച്ച് സെൻട്രിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് നമുക്ക് 14 ജില്ലകളിലും ഓരോന്ന് ഇട്ട് ഒരു ഇക്വിറ്റബിളായിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ വരത്തക്ക രീതിയിലൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്താണ് കേരളത്തിന് ഇതുവരെ കിട്ടാത്ത എയിംസ്. ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ് ഡൺ. അത് എവിടെയെന്നുള്ള മാത്രമേ ഉള്ളൂ. അതിനും സ്ഥലങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എയിംസൊക്കെ പെട്ടെന്ന് വരും. There are several institutions related to tourism, institutions related to geriatrics, IT, cyber security. ഇതൊക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ലിസ്റ്റിലുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ആ 14 ജില്ലകളിലെയും പിന്നെ എൻ്റെ സൗകര്യം അനുസരിച്ചും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമ്പോഴത്തേക്കുള്ള റിക്വയർമെൻറ്റ്സൊക്കെ അനുസരിച്ച് 1 by 1 ആയിട്ട് എ സീരീസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫോക്കസ്ഡ് ഓൺ ഫോക്കസ്ഡ് ഓൺ global education, global skilling and global research in all fields. ഇപ്പോൾ കേരളത്തിൻ്റെ മിനിസ്ട്രി എടുത്ത് ഏതാണ്ട് 20ഓളം മിനിസ്ട്രി തന്നെ ഉണ്ട്. സ്റ്റാർട്ടിങ് അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ടൂറിസം, ഡയറി എക്സെട്ര അല്ലേ. അപ്പോൾ ഈ എല്ലാ സബ്ജക്റ്റും കേരളത്തിൻ്റെ ഒരു അഗ്രികൾച്ചർ പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ ബേസ്ഡ് റെവല്യൂഷൻസ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരു സെൻറ്റർ. ഹെൽത്തിനൊരു വലിയ ഇതാണ് കാര്യം. ഇന്നിപ്പോൾ ലോകം മൊത്തം ഹെൽത്തിന് കോൺഷ്യസ് ആണ്. പർട്ടിക്കുലർലി ആയുർവേദിക് അല്ലെങ്കിൽ നേച്ചർ സെൻട്രിക് ഹെൽത്ത്, അതിനുള്ള സംവിധാനങ്ങൾ. പിന്നെ ഞാൻ പറയില്ലേ സ്പിരിച്വൽ ടൂറിസം, അതിന് ഒരുപാട് സാധ്യത വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ടൂറിസം, മാരേജ് ടൂറിസം, ഇങ്ങനെ വിവിധ തരം പോളിസീസ് പ്രോഗ്രാംസിൻ്റെ കീഴിൽ വരും. ഇതൊക്കെ 1 by 1 ആയിട്ട് അയക്കാം. അപ്പോൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് കവറിങ് 14 districts ഇൻക്ലൂഡിങ് ഓൾ 3.6 crores. ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്യുന്ന പോലെ അവരുടെ പാർട്ടിക്കാരെ മാത്രം കവറിങ് എവ്രിബഡി, എവറി ഡിസ്ട്രിക്ട്, എവറി ലൊക്കേഷൻ, എവറി ഏരിയ, എവറി ഇൻഡസ്ട്രി, say like education, health, tourism, etc. അങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ്, ടൈം ബൗണ്ട്, ടെക്നോളജി എനേബിൾഡ്, ടു ബി കംപ്ലീറ്റഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. മേ ബി 5 to 7 years ഇതെല്ലാം മാറ്റിയിട്ട് ഇതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വിത്ത് എ ഫോക്കസ് ഓഫ് ട്രാൻസ്ഫോമിങ് കേരള ആസ് ദ നമ്പർ 1 സ്റ്റേറ്റ് ഓഫ് ദ നേഷൻ.